വോട്ടിന് പണം ആരോപണത്തിൽ രാജീവ് ചന്ദ്രശേഖർ മറുപടിയുമായി ശശി തരൂർ. രാജീവ് ചന്ദ്രശേഖറിന്റെ വക്കീൽ നോട്ടീസിൽ പറയുന്ന കാര്യങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് കാട്ടിക്കൊണ്ട് ശശി തരൂർ മറുപടി നോട്ടീസ് അയച്ചു. ഉന്നയിക്കാത്ത ആരോപണങ്ങൾ പിൻവലിക്കാൻ കഴിയാത്തതിനാൽ മാപ്പ് പറയില്ല. വോട്ടിന് പണമെന്ന ആരോപണം എവിടെയും ഉന്നയിച്ചിട്ടില്ല. നോട്ടീസിൽ പറയുന്ന യൂട്യൂബ് ലിങ്ക് പ്രവർത്തിക്കുന്നുമില്ല. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ ആരോപണം പിൻവലിച്ച് മാപ്പ് പറയണമെന്നും ശശി തരൂർ ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം സിവിൽ ക്രിമിനൽ മാനനഷ്ട വ്യവഹാരങ്ങളിലേക്ക് കടക്കുമെന്നും നോട്ടീസിൽ പറയുന്നു. ഞാൻ എവിടെ നിങ്ങളുടെ കാണിച്ചത് എവിടെ പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹത്തിന്റെ പേരോ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പേരോ അതേപോലെ ചെയ്തത് എവിടെ പറഞ്ഞിരിക്കുന്നു? ഞാൻ പറയുന്നത് കേൾക്കുന്നത് എല്ലാവരും മൊത്തത്തിൽ കേൾക്കുന്ന ഒരു വാർത്തയാണ്. ഫ്രാൻസിസ് ആർപ്പേലി കേട്ടിട്ടുണ്ടാവും പിന്നെ നിങ്ങളെന്നെ പറഞ്ഞോട് എന്താണ് യാഥാർത്ഥ്യം? എനിക്ക് ഞാൻ പറഞ്ഞത് ഒറ്റ കാര്യം മാത്രമാണ്. ഈ വിഷയത്തിൽ എല്ലാവരും കേട്ടിട്ടുണ്ട്, പലവരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് സത്യം തന്നെയാണ്, അതിനൊരു നുണയില്ലേ. ഞാൻ കേട്ടതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. പക്ഷെ ഞാൻ ഒരിക്കലും ആ ആരോപണം എന്റെ ഭാഗം വന്നിട്ടില്ല. ഞാൻ ഒരിക്കലും പറഞ്ഞു എന്തെങ്കിലും തെളിവുണ്ട്, ആരും എനിക്ക് പൈസ തന്നിട്ടില്ല. ബിജെപിക്ക് അത്രയും ആൾക്കാരിങ്ങനെ പറയുന്നത് ഞാൻ സമ്മതിച്ചു. ചോദ്യം നിന്നോട് നോക്കണം. ഇത്തരത്തിൽ പണം നൽകി വോട്ടർമാരെ സ്വാധീനിക്കുന്നുള്ള ചർച്ചയുണ്ടെന്നല്ല, അത് ആ മേഖലകളിൽ അന്വേഷിച്ചപ്പോ ശരിയാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? ഒരു സംശയവും എനിക്ക് തോന്നുന്നില്ല. അവർക്ക് സംശയം അവരുടെ അന്വേഷിച്ചിട്ടുണ്ട്. ഞാൻ ആരാ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. വേറെ വല്ലവരും അദ്ദേഹത്തിന്റെ പേരോ അദ്ദേഹം തെറ്റിക്കാൻ വേണ്ടി ചെയ്തതെന്നും കൂടി എനിക്ക് പറയാൻ തരവില്ല. പക്ഷെ ഇങ്ങനെയൊരു സംഭവം തീരദേശ സംരക്ഷണം തീർച്ചയായിട്ടും അപ്രകാരമുള്ള പ്രവണത തീരദേശത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. തുറന്നു പറയുകയാണെങ്കിൽ ഇന്നും എന്നെ വന്ന് സന്ദർശിച്ചിട്ടുണ്ട്, അവരുടെ അഭിപ്രായങ്ങൾ എന്നോട് പങ്കുവച്ചിട്ടുണ്ട്. അതിലും കൂടെ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ തീരുമാനം ഇപ്പോൾ എടുത്തതും ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ രാജിക്കത്ത് സമർപ്പിച്ചത്. തീർച്ചയായിട്ടും ഓൾറെഡി പരാതി കൊടുക്കുമല്ലോ, അതിന് വേണ്ടപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കളുണ്ട്. സമയവും സന്ദർഭവും അനുസരിച്ച് തീർച്ചയായിട്ടും വേണ്ട നടപടി എടുത്തിരിക്കും.